ഹായ് ഹലോ എല്ലാവർക്കും യുവസ്റ്റാരിസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് എന്ന് പറയുന്നത് നമ്മൾ കുട്ടിച്ചേൻ്റെ കുട്ടീൻ്റെ കല്യാണത്തിൻ്റെ അന്നത്തെയും തലേ ദിവസത്തെയും കൂടി കൂട്ടിയിട്ടുള്ള ഒരു ഒറ്റ വ്ലോഗായിട്ടാണ് കേട്ടോ. അപ്പോൾ പൊന്നൂസിനെ ഉറക്കിയ കൂട്ടത്തിൽ കുറച്ചൊന്ന് ഉച്ചയ്ക്ക് ഉറങ്ങി എണീറ്റപ്പോഴേക്കും ഇവർ രാവിലേക്കുള്ള പൂവൊക്കെ റെഡിയാക്കി വെക്കുകയായിരുന്നു. അപ്പോൾ ഇതാണ് കല്യാണ പെണ്ണ് കേട്ടോ. അപ്പോൾ അഞ്ചു എന്നാണ് പേര്. അപ്പം മെഹന്തി ഇട്ടതൊന്ന് കാട്ടിത്തരാമെന്ന് വിചാരിച്ച് അങ്ങനെ ജസ്റ്റ് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കാണിച്ചു തന്നതായിരുന്നു കേട്ടോ. പിന്നെ രാത്രി കുറേ ഡാൻസും പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഇവളെ എഴുത്തിയമ്മയാണ്. അപ്പോൾ അമ്മൂസൊക്കെ ഇതാക്കണം മൈലാഞ്ചി ഇട്ടുകൂടി ഇരിക്കുന്നുണ്ട്. ഇവരുണ്ട് ഈ ഡാൻസിന്. അപ്പോൾ ഒരു റിഹേഴ്സൽ ഇങ്ങനെ നോക്കിയായിരുന്നു രാത്രിക്കുള്ളത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും കൂടെ ഒരുമിച്ചിരുന്ന് പ്രാക്ടീസ് ചെയ്യാൻ ആ ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഓണപ്പരീക്ഷയൊക്കെ വന്നതുകൊണ്ട് തന്നെ അതിനുള്ളൊരു സമയവും സാവകാശമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവർ രണ്ടാളും കൂടെ ഇവിടെ ഇരുന്നിട്ടുള്ള സിംഗിൾ ഡാൻസ്, ഓരോ രണ്ടാളും മാത്രമുള്ള ഡാൻസൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. സിംഗിൾ ഡാൻസും അങ്ങനത്തതൊക്കെ റിഹേഴ്സൽ നടത്തുന്നുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം ഗ്രൂപ്പ് ഡാൻസിൻ്റെത് പിന്നെ ഇവരെല്ലാവരും കൂടെ നോക്കുമായിരുന്നു. അപ്പോൾ അമ്മൂക്ക് മൈലാഞ്ചി ഇട്ടുകൊണ്ട് പിന്നെ അവളോട് അഞ്ചു ഇതാക്കണം എണീറ്റ് വാ എന്നൊക്കെ വന്ന് പറയുന്നൊക്കെ ഉണ്ട്. പക്ഷെ അവൾ ആ പാവം തന്നെ നടിക്കുന്നുണ്ടായില്ല. അങ്ങനെ റിഹേഴ്സലും കാര്യങ്ങളായിട്ട് നിൽക്കുന്നുണ്ട്. ഞാൻ ആ ഒരു സമയത്തിൽ ആ ഗ്യാപ്പിൽ ഞാൻ കുറച്ച് മൈലാഞ്ചി ഇടാമെന്ന് വിചാരിച്ചു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലത്തെ കയ്യിൽ പിന്നെ ഇട്ടിരുന്നെങ്കിൽ ആരെങ്കിലും വേണം, ഇടത്തെ കയ്യിൽ നമുക്ക് എന്ത് വേണമെങ്കിലും കാട്ടാലോ. അപ്പോൾ ആ കുഞ്ഞുങ്ങളെ കൊണ്ടൊന്ന് മൈലാഞ്ചിയൊക്കെ ഇടിയിച്ചു. അങ്ങനെ രാത്രി നമ്മൾ ഓഡിറ്റോറിയത്തിലാണ് കല്യാണം. അപ്പോൾ വീട്ടിൽ നിന്ന് എല്ലാവരും ഒരുങ്ങിയതിനൊക്കെ ശേഷം ഓഡിറ്റോറിയത്തേക്ക് പോവുകയാണ്. അപ്പോൾ കുക്കൂസും ചിന്നും എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളാണ് ലാസ്റ്റ് ഏകദേശം വീട്ടിൽ നിന്ന് പോകുന്നത്. ബാക്കി എല്ലാവരും ഏകദേശം പോയിട്ടുണ്ട്. അപ്പോൾ വീടിന് ചാരി തന്നെയാണ് ഓഡിറ്റോറിയം, കുറച്ച് മുകളിലാണെന്നുള്ളൂ. അപ്പോൾ ഈ ഒരു കയറ്റം കയറി കഴിഞ്ഞാൽ ഓഡിറ്റോറിയം ആയി. രാത്രിയായപ്പോൾ എല്ലാവരും കൂടെ ഫുഡൊക്കെ ഓഡിറ്റോറിയത്തിലാണ്. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും ഇതാക്കണവരെല്ലാവരും കൂടെ ഒരുമിച്ച് നിന്നിട്ടുള്ള റിഹേഴ്സൽ നടത്തുകയാണ് കേട്ടോ. കാരണം ആരും തമ്മിൽ ഒരുമിച്ച് നിന്നിട്ട് കളിച്ചിട്ടില്ല. എല്ലാവരും യൂട്യൂബിൽ വീഡിയോ കണ്ടുകൊണ്ട് അങ്ങനെ കളിച്ച് പഠിച്ചതാണ്. അപ്പോൾ ഒരുമിച്ച് നിന്നിട്ട് ഒരു ഓളം ഉണ്ടാകുമോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ പരീക്ഷയ്ക്ക് ആയതുകൊണ്ട് തന്നെ ആർക്കും പ്രാക്ടീസ് ചെയ്യാനുള്ള ടൈമൊന്നും കിട്ടിയിട്ടില്ല. ജസ്റ്റ് ഒരു ഒപ്പിക്കൽ ഡാൻസ് മാത്രമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാലും അടിപൊളിയായിരുന്നു. അപ്പോൾ അവർ കളിക്കുന്നതൊക്കെ കണ്ടുകൊണ്ട് പൊന്നൂസും അവരുടെ കൂട്ടത്തിൽ കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. റിഹേഴ്സലിൻ്റെ സമയത്ത് പൊന്നൂസും കൂടിയതുകൊണ്ട് തന്നെ സ്റ്റേജിൽ അവർ കളിക്കാൻ തുടങ്ങിയപ്പോഴേക്കും അവളും കയറിപ്പോയിട്ടോ. അങ്ങനെ കുറേ സ്റ്റെപ്പൊക്കെ അവളും പഠിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടെ കൂടിയിട്ട് ആ ഒരു പാട്ട് അടിപൊളിയാക്കി. ഇതുപോലത്തെ ഡാൻസും കാര്യങ്ങളൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ കല്യാണമൊക്കെ വേറൊരു വൈബിലെത്തുമല്ലോ. അങ്ങനെ അടിപൊളിയായിട്ട് നമ്മൾ കുറേ ആഗ്രഹിച്ച് പ്രതീക്ഷിച്ച് നിന്നൊരു കല്യാണമാണ് കേട്ടോ. ഒരു ഏകദേശം 2 വർഷത്തോളം എൻഗേജ്മെൻറ്റൊക്കെ കഴിഞ്ഞ് അതിന് ശേഷം നമ്മൾ വെയിറ്റിംഗ് ആയിരുന്നു കല്യാണത്തിന് വേണ്ടിയിട്ട്. പിന്നെ കല്യാണത്തിൻ്റെ ഓരോ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളങ്ങനെ ആ ഒരു വൈബിൽ പ്രതീക്ഷിച്ചിരുന്ന കല്യാണമായിരുന്നു കേട്ടോ. അപ്പോൾ ഇവർക്കൊന്നും മൈലാഞ്ചിയുള്ള ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ശനിയാഴ്ച ആയിരുന്നു കല്യാണം. വെള്ളിയാഴ്ച വരെ എക്സാമും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് മൈലാഞ്ചി ഇടാൻ. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടോ. വീട്ടിലെത്തി ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞു. പൊന്നൂസിന് ഉറക്കണ കൂട്ടത്തിൽ ഞാനും കൂടെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മൈലാഞ്ചി കിടണം എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ആഗ്രഹിച്ച് നിന്നതായിരുന്നു. അപ്പോൾ പിന്നെ ഉണർന്ന സമയത്ത് പിന്നെ ഒരു 1:30ക്കാണ് ഉണർന്നത്. അപ്പോൾ ഞാൻ ഏതായാലും ഈ സ്റ്റിക്കർ വെച്ചിട്ട് മൈലാഞ്ചി ഇടാമെന്ന് വിചാരിച്ച് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയത് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഈ ഒരു സംഭവമൊക്കെ ചെയ്ത് നോക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ മൈലാഞ്ചി ഇടേണ്ട സിറ്റുവേഷനൊന്നും വരലില്ല. വന്നാലും ആരെങ്കിലുമൊക്കെ സിമ്പിളായിട്ട് ഇട്ടുതരും. പിന്നെ അതിനുള്ള നേരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇത് ബിഗ് ബീൻ്റെ മൈലാഞ്ചി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് പോവുകയും ചെയ്യും. പിന്നെ ആ ഒരു ദിവസത്തെ ആ ഒരു ഇതിന് വേണ്ടിയിട്ട് മാത്രമല്ലേ എന്നൊക്കെ വിചാരിച്ച് ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്തു, കുഴപ്പമില്ല. അപ്പോൾ രാവിലെയായി ഞങ്ങളെല്ലാവരും കൂടെ കുളിച്ചൊരുങ്ങി മാറ്റി നിൽക്കുകയാണ്. ഇനി നമുക്ക് തറവാട്ടിക്ക് പോകണം. അപ്പോൾ പോകുന്നതിന് മുന്നേ എല്ലാവരും ഡ്രസ്സൊക്കെ മാറ്റിയതുകൊണ്ട് തന്നെ ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫസ്റ്റത്തെ ഒരു ട്രിപ്പ് അവിടെ പോയിട്ടുണ്ട്. ഇനി ഏട്ടൻ പോണ സമയത്ത് അടുത്ത് ബാക്കിയുള്ളവരും കൂടെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചേച്ചിമാരൊക്കെ ആദ്യത്തെ ട്രിപ്പിൽ പോയിട്ടുണ്ടായിരുന്നു. പൊന്നൂസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ പോവാതെ പോകണില്ല എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ കൂടെ തന്നെ പോരാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ എത്തിയതിന് ശേഷമാണ് ചായ കുടിക്കുന്നത്. തലേന്നത്തെ രാത്രിത്തെ ചിക്കൻ കറി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ റവപ്പുമാവ്. സ്വാഭാവികമാണല്ലോ കല്യാണ വീട്ടിൽ രാവിലെ റവപ്പുമാവ്, അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടോ. അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അത് അവരുടെ സേവ് ദ ഡേറ്റിൻ്റെ ഫോട്ടോയാണ്. അപ്പോൾ ഞങ്ങളിവിടെ എത്തിയപ്പോഴേക്കും അകത്തേക്ക് കയറിയപ്പോഴേക്കും തന്നെ ചെക്കൻ്റെ വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. ഒരു 10-നും 10:30ക്കും ആയിരുന്നു മുഹൂർത്തം. അപ്പോൾ അവിടെ അടുത്ത് തന്നെയാണ് ചെക്കൻ്റെ വീടും. അപ്പോൾ അവർ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെക്കനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ് എല്ലാവരും കൂടെ. താലൊക്കെ കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ വേറെ എന്തെങ്കിലും പറയുമെന്നറിയില്ല. ഇതൊക്കെ കൊണ്ട് ഏതായാലും ഇവരെല്ലാവരും കൂടെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് പോകാൻ നിൽക്കുകയാണ്. ചെക്കൻ്റെ എൻട്രി അറിയുന്നത് വേറെ ഒരു ലെവലായിരുന്നു കേട്ടോ. ചെക്കൻ പണ്ട് വേറെ ആരെങ്കിലുമൊക്കെ കൂട്ടുകാരന്മാരെ കല്യാണത്തിന് പണി കൊടുത്തതുകൊണ്ടാവാം അതേ തിരിച്ചുള്ള പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. കുറേ പഴയ ഫോട്ടോസും പുതിയ ഫോട്ടോസൊക്കെ കൂട്ടിയിട്ട് വേറൊരു വൈബിലായിരുന്നു ചെക്കൻ്റെ എൻട്രി വന്നിട്ടുണ്ടായിരുന്നത്.
അതേതായാലും ആ ചെക്കനെ ഇനി മറക്കാൻ സാധ്യതയില്ല. അത്രയും അടിപൊളിയായിട്ട് ഇരുന്നിട്ടോ കൊണ്ടുവന്നിട്ടുണ്ട് സ്റ്റേജിക്ക്. അതും ഒരു ഫണ്ണാണ്, രസമല്ലേ അങ്ങനെ ഒരു പ്രത്യേക വൈബിൽ പോണത്. അങ്ങനെ എല്ലാവരും കൂടെ കൂടിയിട്ട് നമ്മൾ കല്യാണം വേറൊരു ലെവലാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നിന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ പൊന്നൂസ് കുറച്ച് നല്ല കുറുമ്പായതുകൊണ്ട് തന്നെ വേറെ കാര്യങ്ങളും വിശേഷങ്ങളൊന്നും അതിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പൊന്നൂസ് എന്തിനൊക്കെ അറിയില്ല, നല്ല കുറുമ്പിലായിരുന്നു. പിന്നെ കുറച്ച് നേരം ഫോണൊക്കെ കൊടുത്ത് അങ്ങനെ സമാധാനിപ്പിച്ചു. വീട്ടിൽ നിന്ന് അമ്മയും അനിയത്തിമാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് ഏകദേശം ചെക്കൻ്റെ വീട്ടിലവരൊക്കെ പോയിട്ടുണ്ടായിരുന്നു, ബാക്കിയുള്ളവരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പാട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം നമ്മൾ വൈകുന്നേരം ചെക്കൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അവിടെ എത്തിയിട്ടുള്ള അവരുടെ വീഡിയോയും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നതായിരുന്നു. വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയി കാണുന്നവരേക്കും ലവ് യു, ബൈ.